ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ കോളേജ് അധികൃതരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഓൾ കേരള പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത്. ഇന്ന് വളരെ വിചിത്രമായ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കണ്ടു. അവിടെ SFI എന്ന് കൊടി നാട്ടിയിരുന്നു. എത്ര വർഷം കൊണ്ട്? 10 വർഷം അല്ലല്ലോ, 24 വർഷമായില്ലേ ആ കോളേജ് തുടങ്ങിയിട്ട്. അവിടുന്ന് കുട്ടികളെ പീഡിപ്പിക്കപ്പെട്ട എത്രയോ കുട്ടികൾ അവിടുന്ന് DC പോലും വാങ്ങാതെ പഠനം നിർത്തി ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അന്നൊന്നും ഈ നേതാക്കന്മാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വ്യക്തമാകുന്നത് പട്ടികജാതിക്കാരനെ ഏത് നിലയിലും അവനെ നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ സവർണ വിഭാഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതിൻ്റെയും കോളേജിലാവട്ടെ, പോലീസിലാവട്ടെ, സർക്കാർ സർവീസിലാവട്ടെ, സ്കൂളിലാവട്ടെ, ഉദ്യോഗസ്ഥ തലത്തിലാവട്ടെ, ഏത് തലത്തിലും പട്ടികജാതിക്കാരനെ ഉന്മൂലനം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഈ കോളേജിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളാണ്. 21 ഏക്കർ ഭൂമി, അവിടെ എല്ലാവരും സൗകര്യങ്ങളോടും കൂടിയ ഈ നേരത്തെ മെഡിക്കൽ കോളേജായിരുന്നു. അവരുടെ കയ്യിലിരിക്കൊണ്ട് മെഡിക്കൽ കോളേജ് മാറി ഇപ്പോൾ ദന്തൽ കോളേജാണ്. അപ്പോൾ അവരുടെ പേരിൽ നടപടി. CDNet ന്യൂസ്, മാവേലിക്കര.